പൊയ്യാറമഠം. ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. മഠത്തിൽ വരുന്ന പല വ്യക്തികളും എന്നോട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട്, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച പല ബിസിനസ് ഓപ്പറേഷൻ്റെ ഫലമായിട്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അവർ പോയിട്ടുള്ള അവസ്ഥ, അവരെ സ്ഥിരമായിട്ട് ചതിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നും ഉപദ്രവങ്ങൾ തരുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. അവർ കാരണം അവർക്ക് ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന രീതിയിൽ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം ഇത് വിഷ്ണുമായ സ്വാമിയുടെ ഒരു മഠമായതുകൊണ്ട് തന്നെ എല്ലാ ചാത്തൻ ക്ഷേത്രങ്ങളിലും അതുപോലെ ഭദ്രകാളി ആവട്ടെ പല മതത്തിലുമുള്ള അതിശക്തമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും ചോദിക്കുന്ന ഒരു സാധാരണ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറൊരാൾ മൂലം വന്ന് ചതിക്കപ്പെട്ട് അവർക്ക് ഭയങ്കരമായ സാമ്പത്തിക നഷ്ടമുണ്ടായി ഇന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന ഭയങ്കര ശക്തമായ ഒരു വൈകാരിക തലമാണത്. അപ്പൊ അവരെന്നോട് അതിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ അവരോട് വളരെ ഓപ്പൺ ആയിട്ട് സമാധാനമായിട്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കാറുണ്ട്. നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ സത്യമാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പലരുടെയും ദ്രോഹം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് ഏതുമാവട്ടെ ആ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എന്നും സ്ഥിരമായി സ്വാമിയുടെ അടുത്ത് പോയി നമ്മളുടെ വിഷമങ്ങൾ സ്വാമിയുമായി ഷെയർ ചെയ്യുമ്പോൾ അത് ആ ദൈവത്തിനറിയാം നിങ്ങളുടെ ഭാഗത്തെ ശരികളെക്കുറിച്ചും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചും. നമ്മൾ ആരെയും ദ്രോഹിക്കലല്ലോ ചെയ്യണേ, നമുക്ക് ജീവിക്കണം എന്നാണ് നമ്മൾ ഭഗവാനോട് പറയുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട സാഹചര്യം അത് പ്രകൃതി ഒരുക്കി തരും. അത് തന്നെയാണ് ദൈവം നമുക്ക് ഒരുക്കി തരുന്നത്. ദൈവം എന്ന് പറയുന്നത് പ്രകൃതി ശക്തിയാണ്. നമുക്ക് വായു കിട്ടുന്നു, ജലം കിട്ടുന്നു, ആഹാരം കിട്ടുന്നു, പാർപ്പിടത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും കിട്ടുന്നു. എല്ലാതും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട സാഹചര്യവും ഒരുക്കുന്നത് പ്രകൃതി തന്നെയായിരിക്കും. അപ്പൊ അവിടെ എന്താണ് പ്രകൃതിയിൽ നിന്നുള്ള തിരിച്ചടികൾ, അവിടെ നിന്നുള്ള നമ്മൾ പ്രകൃതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാവരുത്. എല്ലാവർക്കും ജീവിക്കാനുള്ള അധികാരമുള്ളതാണ്, എല്ലാവർക്കും ദൈവം ഈക്വലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഭാഗത്താണോ ശരി, മറ്റുള്ളവരുടെ ഭാഗത്താണോ ശരി എന്ന് നോക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള ചിന്തയുമായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിൽ കുറച്ച് തിരിച്ചടികൾ നമ്മൾക്ക് സംഭവിച്ചേക്കാം. അത് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഏതൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ ഉള്ള പോലെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവണം. ഞാൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വരുന്ന ഓരോ വ്യക്തിയുടെ അടുത്തും പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ പലരിൽ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പലരെ കൊണ്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രോസസ്സുമായി മുന്നോട്ട് പോകൂ. ദൈവത്തിനറിയാം ഏത് സമയത്ത് എങ്ങനെ നിങ്ങൾ സുരക്ഷിതമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട തക്കതായ മറുപടി ദൈവം നൽകിയോളും. അത് ഉറപ്പാ. അതിനു വേണ്ടി നമ്മൾ ഭഗവാന്റെ അടുത്ത് സത്യസന്ധത പാലിച്ച് ഭഗവാന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത്, പ്രകൃതിയാണ് അപ്പൊ പ്രകൃതിക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനും അത് കാത്തിരിക്കാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നേടിയെടുക്കാവുന്നുള്ളൂ, ഒരു തിരിച്ചടികളും ഇല്ലാതെ. അതിനു പകരം ഇമീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങളുടെ ദുഷ്ടചിന്തകൾ കൊണ്ട് നിങ്ങൾ തന്നെ അതിനൊരു കാര്യം കണ്ടെത്തി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് സംഭവിക്കാം. നമ്മളുടെ കുടുംബം പൂർണ്ണമായിട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ സംഭവിക്കാം. വിഷ്ണുമായുടെ കാര്യത്തിലാണെങ്കിൽ 100% ചാത്തൻ എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള എനർജിയെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്താലായിട്ടുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതമാവുകയും
നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിനൊരു ചെറിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നാട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത്ര തന്നാൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഫലത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അത് നമ്മൾ കൊടുക്കുന്നതാണ് കൂടുതലെങ്കിൽ നമുക്ക് ചെയ്തു തരും, വേറൊരാൾ കൊടുക്കുന്നതാണ് കൂടുതലെങ്കിൽ വേറൊരാൾക്ക് ചെയ്തു. അവിടെ ന്യായത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ വളരെ പേഴ്സണലായി അറിയുകയും നിങ്ങളെ എന്തൊക്കെ തരത്തിലാണ് ആ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് ഒരു ശരിയുണ്ട്, ഒരു ന്യായമുണ്ടെന്ന് വെച്ചാൽ അതേ വ്യക്തി തന്നെ ചിലപ്പോൾ ഒരു പ്രതിഫലവുമില്ലാതെ നിങ്ങളുടെ ആവശ്യം ജനുവനാന്ന് വിചാരിച്ച് ചെയ്തുതരും. അത് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താ, നിങ്ങൾക്ക് നാളുകളിൽ ഒരു പ്രശ്നങ്ങളും വരാതെ തന്നെ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുക. ഇത്ര തന്നെയാണ് ഭഗവാനും ചെയ്യുള്ളൂ. മനുഷ്യൻ ചെയ്യുന്ന, മനുഷ്യന്റെ ബുദ്ധി വെച്ച് മനുഷ്യൻ ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ബുദ്ധി തന്നിട്ടുള്ള ദൈവത്തിന് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ബുദ്ധിക്ക് മുട്ടുവരുന്നത് കൊണ്ടാണ്. നമ്മുടെ ബുദ്ധി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിനെയാണ് ശത്രുബാധ എന്ന് പറയുന്നത്, അതിനെയാണ് പ്രേതബാധ എന്ന് പറയുന്നത്, അതിനെയാണ് പലതരത്തിലുള്ള കൂടോത്രമോ മാരണമോ ചെയ്ത് നിങ്ങളെ ബന്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ആ ബുദ്ധിയെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും, നമുക്ക് ആയുസ് ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നിങ്ങൾ വന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവും. എല്ലാവരും ജീവിതത്തിൽ വിജയിക്കട്ടെ. എന്നും പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.